ഞങ്ങൾക്ക് ഇന്നിപ്പോൾ നമ്മൾ കോസ്റ്റ് ഗാർഡ്, നേവി, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, എല്ലാ ജില്ലകളിലെയും കളക്ടർമാർ, പ്രത്യേകിച്ചും തീരദേശ ജില്ലകളിലെ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പരിസ്ഥിതി വകുപ്പ് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഇവിടെ SDMA-യിൽ വെച്ച് ഓൺലൈനായി ചേർന്നത്. ഞങ്ങൾക്ക് പൊതുസമൂഹത്തിനോട് ഇന്ന് പറയാനുള്ളത് ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. ദയവായി തുടരുത്, അടുത്തു പോകരുത്, പരമാവധി 200 മീറ്ററെങ്കിലും മാറി നിൽക്കുക, കൂട്ടം കൂടരുത്. ഇത് കാണാനായി ഇത് വന്നാൽ എന്തെങ്കിലും ഇത്തരം അപൂർവ വസ്തു നമ്മൾ തീരദേശത്ത് കണ്ടാൽ ദയവായി 112-ൽ അറിയിക്കുക. കോസ്റ്റ് ഗാർഡ് നാഷണൽ ഓയിൽ സ്പിൽ ഡിസാസ്റ്റർ കണ്ടിജൻസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടയർ 2 ഇവൻ്റ് ആണ്. നാഷണൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറൽ തന്നെ അത് സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. നിലവിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഡൊണിയറും 2 കപ്പലുകളും എണ്ണപ്പാടയെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ, ഡിസ്പേഴ്സൻസ് ഉൾപ്പെടെയുള്ളത് അവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇതാണ് പൊതുസമൂഹത്തിനോട് അറിയിക്കുന്നത്. കേരള തീരത്തേക്ക് എത്താനുള്ള സാധ്യത സംബന്ധിച്ച വിവരം ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു. ഏറ്റവും സാധ്യത കൂടുതൽ ആലപ്പുഴ തീരത്താണ്. കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലും ഇത് വരാൻ സാധ്യതയുണ്ട്. അത് സംബന്ധിച്ച ഭൂപടം തന്നെ രാവിലെ എല്ലാ മാധ്യമങ്ങളിലും പങ്കുവച്ചു. 2 ജില്ലകളിൽ മാത്രമല്ല, കൊല്ലം, തിരുവനന്തപുരം തീരത്തും ഇത്തരം സാധ്യതയുണ്ട്. എങ്കിലും ആലപ്പുഴ തീരത്തേക്കായിരിക്കും കൂടുതൽ സാധ്യത എന്നതാണ് ഇപ്പോൾ ചേർ കുര്യാക്കോസ് മെമ്പർ സെക്രട്ടറി, KSDMA കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി മെമ്പർ സെക്രട്ടറി വ്യക്തമാക്കുന്നത്.